ഒരു തുടക്കം മാത്രമാണ്. അമേരിക്കയെ കണ്ട് അഹങ്കരിച്ചു നിന്ന നാറ്റോ രാജ്യങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പുതിൻ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ആണവശക്തിയായ റഷ്യയുടെ ആയുധങ്ങൾ നിങ്ങൾ കരുതിയ ഇടത്തൊന്നും തന്നെ നിൽക്കില്ല. കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആവനാഴിയിൽ മൂർച്ച കൂട്ടിവെച്ച വിവിധ ആയുധങ്ങൾ റഷ്യ പുറത്തെടുത്തേക്കും. ലോകം ചിന്തിക്കുന്നതിലും എത്രയോ മാരകമാണത്. അമേരിക്കയുടെ അഹങ്കാരം തീർക്കുന്നതിനോടൊപ്പം അമേരിക്കയുടെ നിഴൽ പറ്റി റഷ്യക്കിട്ട് പണിത ഒരു രാജ്യത്തിനെയും വെറുതെ വിട്ടെന്നും വരില്ല. കാരണം ഇത് പുതിനാണ്. എന്താണ് കാര്യം നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് പുതിനെയാണ് ഇഷ്ടമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പലരും കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്നത് വിരളം ആളുകൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇഷ്ടത്തിന്റെ കാരണം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം മാധ്യമങ്ങളടക്കം എന്തിന് ലോകത്തെല്ലാവരും യുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റഷ്യക്കിന്നും അതൊരു അധിനിവേശം മാത്രമാണ്. ഉക്രൈന്റെ നാറ്റോ മോഹത്തിന് റഷ്യയുടെ പണി മാത്രമായിരുന്നു ഈ സൈനിക നടപടി എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റെ നിലപാട്. എന്നാൽ കഴിഞ്ഞ 3 മാസക്കാലം ലോകം കണ്ടത് റഷ്യയുടെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? ഉരുക്കി വെച്ച ആയുധങ്ങൾക്ക് മൂർച്ച നോക്കാനുള്ള അവസരമായിട്ട് മാത്രമാണ് റഷ്യ ഈ യുദ്ധത്തെ നോക്കിക്കണ്ടത്. ആവനാഴിയിൽ ശേഖരിച്ചു വെച്ച വജ്രായുധങ്ങൾ മൂർച്ച കൂട്ടി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോകം മനസ്സിലാക്കണം, പുതിന്റെ മനസ്സിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം. ഇന്ന് അമേരിക്കയെ പോലും വെല്ലുന്ന വലിയ ശക്തിയാണല്ലോ റഷ്യ. സോവിയറ്റ് യുഗാന്ത്യത്തിന് ശേഷം ആ പ്രതാപകാലം തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്ന പുതിന്റെ അധികാര പരിധിയിലേക്കുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ ഇടപെടലാണ് എല്ലാത്തിന്റെയും മൂല കാരണം. ഉക്രൈനിൽ റഷ്യ പകപോക്കിയത് പാവം ഉക്രൈനോട് മാത്രമല്ല, അത് യൂറോപ്യൻ രാജ്യങ്ങളോട് കൂടിയാണ്. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തുടക്കം മുതൽ തന്നെ പ്രതികരിച്ചത്. അവരുടെ ഭയം തങ്ങളുടെ രാജ്യങ്ങളെ റഷ്യ ടാർഗറ്റ് ചെയ്യുമെന്നത് തന്നെയാണ്. റഷ്യയെ പഴയ സോവിയറ്റ് യൂണിയന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് വ്ളാഡിമിർ പുതിന്റെ ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഉയർത്തുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത്തരമൊരു ആഗ്രഹം പുതിൻ ഉണ്ടാകാനുള്ള കാരണവും നാറ്റോ തന്നെയാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ആ വിഭജിച്ചു പോയ രാജ്യങ്ങളെ നാറ്റോയിൽ ഉൾപ്പെടുത്തരുതെന്ന ഒരു കരാർ റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു. ഈ ധാരണ തെറ്റിച്ചാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന വിവിധ രാജ്യങ്ങളെ അമേരിക്ക മുൻകൈയെടുത്ത് നാറ്റോയിൽ ഉൾപ്പെടുത്തി പോന്നത്. സോവിയറ്റ് റഷ്യയിൽ നിന്നും പിൻവലിഞ്ഞുവെങ്കിലും റഷ്യയോട് ആഭിമുഖ്യമുള്ള രാജ്യങ്ങളെ സഹായ വാഗ്ദാനം ചെയ്ത് കൂടെ നിർത്തി വിധേയപ്പെടുത്തി നാറ്റോയിൽ എത്തിക്കുക എന്ന അമേരിക്കൻ കുടിലത വർഷങ്ങളായി റഷ്യ സഹിച്ചു പോരുകയായിരുന്നു. അമേരിക്കയുടെ ഈ ഇടപെടൽ റഷ്യയ്ക്ക് ചുറ്റും പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. അതിന്റെ ഒടുവിലത്തെ ശ്രമമായിരുന്നു ഉക്രൈനിലൂടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചത്. അതാണിപ്പോൾ 3 വർഷം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൽ കലാശിച്ചു പോയത്. റഷ്യയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാമായിരുന്ന രാജ്യമാണ് ഉക്രൈൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. കാരണം അത്രത്തോളം വലുപ്പമുള്ള, അത്രത്തോളം മാനുഷിക ശേഷിയുള്ള, അത്രത്തോളം സൈനിക ബലമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്നും റഷ്യ. അത് അവർ ചെയ്യാതിരുന്നത് മാനുഷിക പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ്. മാത്രവുമല്ല, യുദ്ധം അനാവശ്യമാണെന്നും യുദ്ധത്തിൽ നിന്നും ഇരു കക്ഷികളും പിറകോട്ടടിക്കണമെന്നും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ അമേരിക്കയാണ് ഇത്രയും നാൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയാണ് ഉക്രൈന് വേണ്ട എല്ലാ പിന്തുണയും നൽകി റഷ്യയോട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉക്രൈന് നൽകാൻ അമേരിക്ക മടിച്ചില്ല. ഇരവാദം പ്രകടിപ്പിക്കുന്ന ഉക്രൈൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആരായി എന്നത് നമ്മൾ കണ്ടതുമാണ്. ട്രംപ് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഉക്രൈന്റെ ധാതു സമ്പത്ത് കൈക്കലാക്കാനായി പുതിയ പദ്ധതികളും കരാറുകളും ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിലവിൽ അമേരിക്ക. ചതി മനസ്സിലാക്കിയിട്ടും മറ്റു വഴികളില്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ ഉക്രൈന് സാധിക്കുന്നില്ല എന്നതും പരാജയം തന്നെയാണ്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബോധപൂർവം ഒരാക്രമണവും റഷ്യൻ സൈന്യം നടത്തിയിട്ടില്ല എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ സൈനിക താവളങ്ങളും ആയുധങ്ങളും ഒളിപ്പിച്ച് ഉക്രൈൻ സൈന്യം സ്വന്തം ജനതയെ പ്രതിരോധ കവചമായി ഉപയോഗിക്കുകയായിരുന്നു. അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ പോലെയുള്ള കൂട്ടക്കുരുതി ഉക്രൈനിൽ റഷ്യ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ബെഞ്ചമിൻ നെതന്യാഹു അല്ല വ്ളാഡിമിർ പുതിൻ എന്ന് തന്റെ തുറന്ന പ്രഖ്യാപനം കൂടിയാണ് ഇതിലൂടെ പുതിൻ ലോകത്തിനോട് കാണിച്ചു കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളെ റഷ്യയെ പ്രകോപിപ്പിക്കുക മാത്രം ചെയ്ത നാറ്റോ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്ത് തന്നെയാണുള്ളത്. അമേരിക്ക കൈവിട്ട നാറ്റോയെ തകർക്കുക എന്നത്
പൂ പറക്കുന്നത് പോലെ എളുപ്പമുള്ള പണിയാണെന്ന ബോധ്യവും ഇന്ന് റഷ്യയ്ക്കുണ്ട്. മാത്രവുമല്ല, നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഭയപ്പെടുന്നത് റഷ്യയുടെ കൈവശമുള്ള ആണവ ശക്തി തന്നെയാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ ഒരു സങ്കോചവും കാണിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയായിരുന്നു വ്ളാഡിമിർ പുടിൻ. ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് പോലും നൽകിയിട്ടുണ്ട്. ആണവായുധ ശേഖരമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് അവ എടുത്തിട്ട് റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചാലും അത് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം കൂടിയാണ് റഷ്യ എന്നത് ഓർക്കേണ്ടതുണ്ട്. ഈ ശ്രേണിയിൽപ്പെട്ട S-400 ട്രയഫ് ഉപയോഗിച്ചാണ് അടുത്തിടെ അമേരിക്ക ഉക്രൈൻ നൽകിയിരുന്ന F-60 യുദ്ധവിമാനം റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടത്. ശത്രുക്കൾക്ക് തൊടാൻ പറ്റാത്ത ആധുനിക യുദ്ധവിമാനമെന്ന് അമേരിക്ക അഹങ്കരിച്ചിരുന്ന കുന്തമുനയെയാണ് നിഷ്പ്രയാസം റഷ്യ വെടിവെച്ചിട്ടത്. ലോക ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കേറ്റ വലിയ പ്രഹരം കൂടിയായിരുന്നു റഷ്യയുടെ ഈ പ്രത്യാക്രമണം. 2025 ഏപ്രിൽ വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നാറ്റോയിലോ യൂറോപ്യൻ പ്രദേശങ്ങളിലോ നേരിട്ടുള്ള ഒരു സൈനിക ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് ഉടനടി പദ്ധതിയുണ്ടെന്ന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. എന്നിരുന്നാലും ഒന്നിലധികം ഇന്റലിജൻസ് വിലയിരുത്തലുകളും ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളും സൂചിപ്പിക്കുന്നത് റഷ്യ ഭാവിയിലെ സംഘർഷ സാഹചര്യങ്ങൾക്ക് സജീവമായി തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളിലൂടെയും ദീർഘകാല സൈനിക പുനഃസജ്ജീകരണത്തിലൂടെയും റഷ്യ ലക്ഷ്യമിടുന്നത് നാറ്റോയെ കത്തിക്കാൻ തന്നെയാണ്. അട്ടിമറി, സൈബർ ആക്രമണങ്ങൾ, ചാരവൃത്തി തുടങ്ങിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് റഷ്യ യൂറോപ്പിലുടനീളം ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഉപയോഗം തീവ്രമാക്കിയിട്ടുണ്ട്. ലീപ്സിംഗ് വിമാനത്താവളത്തിൽ സ്ഫോടനാത്മക പാക്കേജ്, സൈനിക സ്ഥാപനങ്ങളുടെ നിരീക്ഷണം തുടങ്ങിയ സംഭവങ്ങൾ ഉൾപ്പെടെ റഷ്യൻ ചാരവൃത്തിയിലും അട്ടിമറി പ്രവർത്തനങ്ങളിലും ഗണ്യമായ വർധനവ് ഉണ്ടായതായിട്ട് ജർമ്മൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ സമൂഹങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഉക്രൈനുള്ള പിന്തുണ ദുർബലപ്പെടുത്താനും ഈ നടപടികൾ ലക്ഷ്യമിടുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ കേബിളുകൾ, വെയർഹൌസുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നാറ്റോയുടെ ഐക്യവും ഉക്രൈനുള്ള പിന്തുണയും ദുർബലപ്പെടുത്തുന്നതിനായി യൂറോപ്പിലുടനീളം അട്ടിമറി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതായത് എല്ലാത്തിലും പുതിൻ വല വിരിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. പുതിനെ കുറിച്ച് യൂറോപ്പിൽ പടർന്നു പിടിക്കുന്ന പല കഥകളും പുതിൻ വിരുദ്ധത പ്രകടവുമാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നാറ്റോയിൽ നിന്നുള്ള ഭീഷണികളോട് പ്രതികരിക്കാനുള്ള സന്നദ്ധതയാണ് റഷ്യൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. ഉക്രൈന് ചുറ്റുമുള്ള യൂറോപ്യൻ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനെതിരെ റഷ്യയും ബെലാറസും മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് റഷ്യയുടെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായ സെർജി നർഷ്കിൻ ഉറപ്പിച്ചു പറഞ്ഞു. ബെലാറസിലേക്ക് തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിക്കുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സൈനിക ഉൽപാദനത്തിലും പുനഃസജ്ജീകരണ ശ്രമങ്ങളിലും വർധനവുണ്ടായതായിട്ട് ചൂണ്ടിക്കാട്ടി ദശാബ്ദത്തിന്റെ അവസാനത്തോടെ റഷ്യയ്ക്ക് നാറ്റോയെ ആക്രമിക്കാൻ കഴിയുമെന്ന് ജർമ്മൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തയ്യാറെടുപ്പിന്റെ ആവശ്യകത ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ഊന്നി പറയുകയും ചെയ്തു. റഷ്യയുടെ സൈനിക ഉൽപാദനം യൂറോപ്യൻ യൂണിയനേക്കാൾ 4/1 കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സംഭവ വികാസങ്ങൾക്ക് മറുപടിയായി നാറ്റോ തങ്ങളുടെ പ്രതിരോധ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശീതയുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണ് സഖ്യം നടത്തിപ്പോരുന്നത്. സന്നദ്ധതയും ഐക്യവും പ്രകടിപ്പിക്കുന്നതിനായി നിരവധി സൈനികരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വിവിധ അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള സാധ്യതയുള്ള പ്രതിസന്ധി സാഹചര്യങ്ങളെക്കുറിച്ച് നാറ്റോയുടെ പ്രതിരോധ കോളേജ് സജീവമായി ഗവേഷണവും നടത്തിപ്പോരുന്നു. ഈ ഭീഷണിയെ നേരിടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചു വരികയാണ്. ഉദാഹരണത്തിന് ലിത്വാനിയ 2026 ആകുമ്പോഴേക്കും പ്രതിരോധ ബജറ്റ് GDPയുടെ 5.5% ഉയർത്താൻ പദ്ധതിയിടുന്നു എന്ന് പറയുന്നു. മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളിൽ നിന്നും സമാനമായ പ്രതിബദ്ധതകൾക്ക് വേണ്ടി വാദിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും യൂറോപ്പിലുടനീളം പ്രതിരോധ നിക്ഷേപങ്ങളിലും അസമത്വം നിലനിൽക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ അവരുടെ പ്രതിബദ്ധതകൾക്ക് പിന്നിലാണ് എന്നതാണ് സത്യം. നാറ്റോ പ്രദേശത്ത് നേരിട്ടുള്ള റഷ്യൻ സൈനിക ആക്രമണം ആസന്നമല്ലെങ്കിലും ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങൾ, സൈനിക ശക്തി വർദ്ധിപ്പിക്കൽ, ആക്രമണാത്മക വാചോടാപകങ്ങൾ എന്നിവയുടെ സംയോജനം ഭാവിയിലെ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു തന്ത്രപരമായ നിലപാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആക്രമണ സാധ്യത തടയുന്നതിനും പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിനും നാറ്റോയും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള തുടർച്ചയായ ജാഗ്രത, പ്രതിരോധ ശേഷികളിൽ നിക്ഷേപം, ഐക്യം എന്നിവയുടെ പ്രാധാന്യം ഈ സാഹചര്യം അടിവരയിടുന്നതാണ്. അതായത് ഇപ്പോൾ റഷ്യ കാണിക്കുന്നതെല്ലാം സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. റഷ്യ മറ്റെന്തിനോ ഉള്ള പുറപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ പേടിച്ച് വിറച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. അവർ പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയുമാണ്. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം? എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.